വേണ്ടി ഈ സർവകലാശാലയ്ക്കകത്ത് നിങ്ങൾ വന്നാൽ SFI എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇതിവിടെ അവസാനിപ്പിക്കണം. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് RSS നടത്തുന്ന ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള ചാൻസലറിനെയും വൈസ് ചാൻസലറിനെയും ഈ പൊതുവഴിയിലൂടെ നടത്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവില്ല. ഇറങ്ങി നടക്കില്ല. ഒരു ചാൻസലറും ഒരു വൈസ് ചാൻസലറും SFI സമരം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്, സെമിനാറുകളുണ്ട്. ആ വിഷയങ്ങൾക്കകത്തൊന്നും കേരളത്തിന്റെ വൈസ് ചാൻസലർ പങ്കെടുക്കില്ല. RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ചില പ്രത്യേക പരിപാടികൾക്കകത്ത് വൈസ് ചാൻസലർ പങ്കെടുക്കുന്നു. കാരണം കൂറ് കാണിക്കണമല്ലോ. രാജാവിനെ കാട്ടി രാജഭക്തിയുള്ള വൈസ് ചാൻസലറാണ് കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്തുള്ളത്. അപ്പോ രാജാവിന്റെ അടുത്ത് കൂറ് കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവിടെ പോയി വണങ്ങി കുമ്പിട്ട് നിന്ന് കൂറ് കാണിക്കും. അല്ലെങ്കിൽ രാജാവ് എന്തെങ്കിലും പറഞ്ഞാലോ. അതുകൊണ്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്തുള്ള വിസിമാർ, RSSന്റെ വിസിമാർ ഉടനെ രാജിവെച്ച് പോയില്ലെങ്കിൽ, അന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സമരങ്ങൾ കണ്ടല്ലോ, ആ രീതിയിൽ കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്ത് സമരങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ്. ഒരു വിസിയും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന് പുറത്തും പോവില്ല. ഈ സർവകലാശാലയ്ക്കകത്ത് ഒരു വിസിയും കയറണ്ടാന്ന് SFI തീരുമാനിച്ചാൽ കയറില്ല എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങൾക്കകത്ത് ഗൗരവമായി നടപടിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി SFIയുടെ സമരങ്ങളെ പുച്ഛത്തോടെ നോക്കിയ കേരള സർവകലാശാല വൈസ് ചാൻസലറും ഈ നാടിനകത്തുള്ള ആരാധനായിട്ടുള്ള ഗവർണർ അടക്കമുള്ള ആളുകളുണ്ടല്ലോ. എന്താ അവസാനം SFIയുടെ മുദ്രാവാക്യങ്ങൾ? SFIയുടെ മുദ്രാവാക്യങ്ങൾ എന്താണെന്ന് അറിയില്ല. എന്തിനാണ് SFI സമരം ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം പറഞ്ഞല്ലോ, കേരളത്തിന്റെ സർവകലാശാലയുടെ വൈസ് ചാൻസലറിനെ തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ, ആ അധികാരങ്ങളുടെ പരിധിയിൽ നിന്ന് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ KTUവിന്റെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും VCനെ പുറത്താക്കിക്കൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിറക്കിയല്ലോ. അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെയും പറയുന്നത്. ഞങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്, വലിയ സമരത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കേരളത്തിന്റെ സർവകലാശാലയെ ഇത്തരത്തിലുള്ള സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള താവളങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ നോക്കിയാൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വരുന്ന നാളുകൾക്കകത്ത് SFI സമരം ഉയർത്തിപ്പിടിക്കുമെന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ. Zindabad!